കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ബി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഈ വരുന്ന ജൂലൈ 7-ാം തീയതി പബ്ലിഷ് ചെയ്യും. ജൂലൈ 7-ാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പോലെ തന്നെയാണ് അഡ്മിഷൻ പ്രക്രിയ. ജൂലൈ 10-ന് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ബാക്കി കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമല്ലാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവരുടെ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി പറയുന്നില്ല. അത് ഫസ്റ്റ് അലോട്ട്മെന്റ് പോലെ തന്നെ മാൻഡേറ്ററി ഫീ പേ ചെയ്ത് കാത്തിരിക്കുക എന്നുള്ളതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കേണ്ടി വരില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ജൂലൈ 13-നും 15-നും ഇടയിൽ എഡിറ്റിങ്ങും ലേറ്റ് രജിസ്ട്രേഷനുള്ള അവസരമുണ്ട്. എഡിറ്റിംഗ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷമുള്ള അലോട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ഓരോ അലോട്ട്മെന്റിന്റെ അടുത്ത ഘട്ടങ്ങളും പങ്കുവെച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.